സന്ദേശം എന്നുള്ള നിലക്ക്, ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം എന്നുള്ള നിലക്ക് നൽകി നമ്മൾ ഒരു ചെറിയ ചായ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ച് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഖബർസ്ഥാനിലേക്ക് പോവാണ്. നമ്മൾ 10ാം ക്ലാസ് കുട്ടികൾ മുമ്പിലുണ്ട്. അതിന്റെ ബാക്കിൽ 9ാം ക്ലാസ് കുട്ടികൾ, 10ാം ക്ലാസ് കുട്ടികൾ അറിയാം. ഫാച്ചിൽ 9ാം ക്ലാസ് ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا رجل قريب الشمس ينبغي لها أن تضرب القمر الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ഇതിനാവശ്യമായ പ്രത്യേക കരിക്കുലം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 1951 മാർച്ച് 23, 24, 25 തീയതികളിൽ മൗലാന മുഹമ്മദ് ഹബീബുള്ള സാഹിബിന്റെ അധ്യക്ഷതയിൽ വടകരയിൽ 50 വർഷത്തോളമായി നമ്മുടെ ചാമപ്പറമ്പ് മഹല്ല് പ്രവർത്തനം ആരംഭിച്ചു. അതിനിടയ്ക്ക് ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വഫാത്തായി പോയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നമുക്ക് പരിചയമുള്ളവരുണ്ട്, പരിചയം ഇല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ മദ്രസയിൽ വെച്ച് യാസീൻ ഓതി, ഖബർസ്ഥാനിൽ പോയി ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്തിരിക്കുകയാണ്. ആ ദുആ അല്ലാഹു അവരുടെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇന്നത്തെ ദിവസം അവർക്ക് വളരെ സന്തോഷമുള്ള ദിവസമാക്കി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഖബറാളികൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഒരു ദിവസം ഓതി കഴിഞ്ഞാൽ, ഒരു യാസീൻ അവർക്ക് വേണ്ടി പാരായണം ചെയ്താൽ, ഒരാൾ ഖബർസ്ഥാനിൽ വന്നിട്ട് ഒരു യാസീൻ പാരായണം ചെയ്താൽ ആ ഖബറാളികൾക്ക് അന്നത്തെ ദിവസം ശിക്ഷ ഇളവ് ചെയ്യുന്ന ഒരു യാസീൻ ഒരാൾ ഓതിയാൽ മതി. നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ക്ലാസ്സിൽ 10ലും 12ലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒരു യാസീൻ ഉമ്മമാര് നല്ലോണം ശ്രദ്ധിക്കും. ഒരു അന്നത്തെ ദിവസം ആ ഖബറാളികൾക്ക് ശിക്ഷ ഉണ്ടാവില്ല. നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി മാത്രമല്ല, ഒരു ഖബർസ്ഥാനിൽ വെച്ച് ഒരു യാസീൻ പാരായണം ചെയ്താലുള്ള വലിയ ഇളവാണ്. ആ നിലക്ക് നമ്മളെ ഖബർസ്ഥാനിൽ വളരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉദാഹരണമാണ് എല്ലാ ദിവസവും സിയാറത്ത് നടത്തുന്നത്. വർഷത്തിൽ ഇതുപോലെ 2 തവണ ഒന്ന് മുഹറം മാസത്തിലും മറ്റൊന്ന് റബിയുൽ ആഖിറിലെ ആദ്യത്തെ ഞായറാഴ്ചയും കുട്ടികളും ഉസ്താദുമാരും നമ്മുടെ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് നമ്മളെ ഖബറിടത്തിൽ പോയി സിയാറത്ത് ചെയ്യുന്നു. അല്ലാഹു അതിനെ തൃപ്തി തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോധം ഉണ്ടായത് എങ്ങനെയാണ്? ഈ ഒരു ബോധം നമുക്ക് ഉണ്ടായത് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ രാവിലെ ഞാൻ വരാൻ പറഞ്ഞു, പേഴ്സണലായിട്ട് ആരും ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ വരുണ്ടി എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളെ മെസ്സേജ് കണ്ടു, പള്ളിയിൽ നിന്ന് പറഞ്ഞു, കുട്ടികൾ മുഖേന വിവരം അറിയിച്ചു, നിങ്ങളെല്ലാവരും അറിഞ്ഞു വന്നു. നമുക്ക് ഇന്ന് ഖബർസ്ഥാനിൽ പോകണം, സിയാറത്ത് ചെയ്യണം, ഫാത്തിഹ ഓതണം എന്നുള്ളൊരു ബോധം നമുക്ക് എവിടുന്നാ കിട്ടിയത്? അതായത് നമ്മളങ്ങനെ ചെയ്യേണ്ടതാണ് എന്നെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ ഇരിക്കുന്ന നമുക്കൊക്കെ ഓരോരുത്തർക്ക് ഉസ്താദുമാരുണ്ടായിരുന്നു. ആ ഉസ്താദുമാരൊക്കെ ശ്രമഫലമായിട്ടാണ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സമയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന, പ്രാവർത്തികമാക്കി തന്നതിന്റെ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളെ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ അതുകൊണ്ട് ഈ നാട്ടില് നമ്മൾ ഏത് ചെറിയ കുട്ടികൾക്കും ഖബർസ്ഥാനിൽ പോകണമെന്നും സിയാറത്ത് ചെയ്യണമെന്നും അറിയാത്ത ഒരു കുട്ടിയും ഉണ്ടാവുകയില്ല. അപ്പൊ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഏറെ കടപ്പെട്ടിട്ടുള്ളത് നമ്മളെ മഹാന്മാരായ ഉസ്താദുമാരോട്. ഇവിടെ അത് സംബന്ധമായി എല്ലാവർക്കും കാണാനും കൃത്യമായി കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ഡോക്യുമെന്ററി വളരെ ഹ്രസ്വമായി 10 മിനിറ്റ് കൊണ്ട് 100 വർഷത്തെ പ്രവർത്തനം ഉൾക്കൊള്ളിച്ചിരിക്കുക. ഏത് കുട്ടിയെ വർത്താനം പറയുന്നത് നോക്കണേ, ഏത് കുട്ടിയെ വർത്താനം പറയണം? ഒന്നൊന്ന് അടയാളം വെച്ചാൽ മതി, ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഉസ്താദ് ഒന്ന് നോക്കിയാൽ മതി, പോലെ ഇന്ന ആളാണ് മനസ്സിലാക്കിയാൽ മതി. വലിയ ആൾക്കാർ പോയിട്ട് കുട്ടികളൊക്കെ പോകുള്ളൂ. അപ്പൊ നല്ല ഓർത്ത് വർത്താനം പറഞ്ഞോളൂ. കേൾക്കണം. 100 വർഷം തികയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന കേരളത്തിൽ മഹാപണ്ഡിതന്മാര് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിന് 100 വർഷം തികയാണ്. ഈ പ്രസ്ഥാനം ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാല്, നാട്ടിലുള്ള കുറെ ആൾക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു കുടുംബത്തിൽ ഉമ്മാനെയും ഉപ്പാനെയും തിരിച്ചറിഞ്ഞ് 5 വഖത്ത് നിസ്കരിക്കാൻ, വുളൂ ചെയ്യാൻ കൃത്യമായുള്ള ബോധം നൽകി അങ്ങനെയുള്ള ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിച്ചു. ഒന്നുകൂടി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 58ാമത്തെ വയസ്സിൽ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട്. 58ാമത്തെ വയസ്സിൽ, നബിന്റെ 58ാമത്തെ വയസ്സിൽ. 53ാമത്തെ വയസ്സിലാണ് നബി മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്. ഹിജ്റയുടെ സ്മരണ നമ്മൾ നിലനിർത്തുന്ന സമയമാണല്ലോ. 58ാമത്തെ വയസ്സിൽ കേരളത്തിൽ എന്തായിട്ടുണ്ട്? ഇസ്ലാം വന്നിട്ടുണ്ട്. നബി ഹിജ്റ പോയി 5 വർഷം കഴിഞ്ഞപ്പോ സ്വഹാബികൾ വിവിധ ഭാഗങ്ങളിലേക്ക് വന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 12ഓളം വരുന്ന സ്വഹാബികൾ കേരളത്തിൽ വന്നു. ഇവിടെ പള്ളികൾ ഉണ്ടാക്കി, 10-13ഓളം പള്ളികൾ ഉണ്ടാക്കി, ദീനി പ്രബോധനം ആരംഭിച്ചു. ദീനിന്റെ ശരിയായ രൂപം ഇവിടെ നിലനിന്നു. ദീനിന്റെ ശരിയായ രൂപം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 58ാമത്തെ വയസ്സിൽ വർഷം നമുക്ക് ഇപ്പൊ കണക്കൂട്ടിയാൽ കൃത്യമായി കിട്ടും. അത്ര പഴക്കണ്ട് കേരളത്തിൽ ഇസ്ലാം വന്നത്. ആ ഇസ്ലാം ഇവിടെ ശരിയായ രൂപത്തിൽ നിലനിന്ന് പോരുന്നു. നബിയിൽ നിന്ന് കിട്ടി കണ്ട് പഠിച്ച സ്വഹാബത്ത് നേരെ ആ പകർപ്പ് കേരളത്തിൽ ഇവിടെ പ്രചരിപ്പിച്ചു. ഒരു വ്യത്യാസമല്ല. എത്ര കാലം തരങ്ങള് 1920-21 വരെ 1921 വരെ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം, ഒരൊറ്റ സുന്നി, ഒരൊറ്റ ആദർശം, ഒറ്റ വിശ്വാസം, എല്ലാവർക്കും ഒരു പള്ളി, ഒരൊറ്റ പള്ളി, ഒരൊറ്റ ഇമാമ്, ഒരൊറ്റ ഖാദി. ഏതുവരെ 1921 വരെ. നിങ്ങൾക്ക് നല്ല ചരിത്രം അറിയാം, പഠിച്ചവരാണ്. 1921 മലബാർ ലഹള എന്ന് പറയുന്ന ഒരു വലിയ കലഹം നമ്മുടെ ആളുകള് ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി. പ്രധാനപ്പെട്ട ചില കുടുംബങ്ങളിലെ പ്രത്യേകിച്ച് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പല നാട്ടിലും അവർ പോയി താമസിച്ചു. ആ ഇതിനിടക്ക് പിന്നെ ഒരു പുതിയ കുറച്ചു കാലം നമ്മുടെ നാട് വിട്ട് പോയി പിന്നെ ഉള്ള ആ ജീവിതത്തിനിടയിൽ നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിനെ തെറ്റിക്കുന്ന ചില പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടായി. ചില വിശ്വാസ ധാരയിൽ അവർ പ്രവേശിച്ചു, ചില പ്രസിദ്ധീകരണങ്ങൾ അവർ വായിച്ചു. അങ്ങനെ ഒരു പുതിയ വിശ്വാസവും ആദർശവും ആയിട്ടാണ് 1921 മലബാർ ലഹള എന്ന് പറയുന്ന ഖിലാഫത്ത് ലഹള എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയത്തിനെ തുടർന്ന് നമ്മുടെ മലബാറിൽ സംഭവിച്ചു. അപ്പോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില ആളുകൾ തിരിച്ചു വന്നപ്പോ അവര് വിശ്വാസം മാറിയിട്ടുണ്ട്, അവര് ആദർശം മാറിയിട്ടുണ്ട്. ഒരു ഖബർ സിയാറത്ത് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. വാപ്പ മരിച്ച ഖബറിങ്ങ പോയി സിയാറത്ത് ചെയ്യുന്ന ആളായിരുന്നു. വീട്ടിൽ ഉമ്മ മരിച്ചാൽ യാസീൻ ഓതുന്ന ആളുകളായിരുന്നു.
സുബഹിക്ക് കുനൂത്ത് ഓതുന്ന ആളുകളായിരുന്നു, തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളായിരുന്നു. ഇതൊന്നും വേണ്ട 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 എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവര് വരുന്നത്. ഇത് എന്ന് മുതൽ ആരംഭിച്ചതാണിത്? നമ്മളിത് മറന്നു പോകാൻ പാടില്ല. 1921 ഇതുണ്ടാകാനുണ്ടായ പശ്ചാത്തലം ഇതാണ്. അപ്പൊ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, അക്കാലത്തുണ്ടായിരുന്ന വളരെ സാത്വികരായിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രായം ചെന്ന ദീർഘദിക്കുകളായ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂടി, സ്വകാര്യമായി ഒരുമിച്ച് കൂടിയിട്ട് നമ്മളെ ആലിമീങ്ങളാണ് ഇവിടെ ബിദ്അത്ത് പുതിയ വാദഗതികള്, പുതിയ വിശ്വാസങ്ങള് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. അവരെ കൂടെ ആൾക്കാർക്ക് കൂടുന്നുണ്ട്. ഒക്കെ ലാഭമുള്ള പരിപാടിയാണ് പറയണത്. ഇതുവരെ നമ്മളെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ കാലം കണ്ട് സ്വഹാബത്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കിയ 10-13 പള്ളികളിൽ പെണ്ണുങ്ങൾ പള്ളി പോകുന്നില്ല, ഇന്നും പോണില്ല. 1921 പോകുന്നില്ല. പക്ഷെ ഇപ്പൊ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്, കുനൂത്ത് ഓതണ്ടെന്ന് പറയുന്നുണ്ട്, തറാവീഹ് 8 നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ മരിച്ചോടത്ത് യാസീൻ ഓതണ്ടെന്ന് പറയുന്നുണ്ട്. ഖബർ സിയാറത്ത് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ബിദ്അത്തിനെതിരെ പണ്ഡിതന്മാരായ നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കണം ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ 1920-22 കാലഘട്ടത്തിൽ മുതൽ തുടങ്ങി. 1925-26 വർഷമായപ്പോഴേക്ക് കോഴിക്കോട് അന്ന് ജീവിച്ചിരിപ്പുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് വളരെ ബഹുമാനത്തോടു കൂടി ആദരിച്ചിരുന്ന ഒരു വലിയ മഹാനായിരുന്നു. കോഴിക്കോട് കടപ്പുറത്തിനോട് ചേർന്ന് നിൽക്കുന്ന വരക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വരക്കൽ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള വരക്കൽ അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അന്ന് അവിടെ ഇംഗ്ലീഷ് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വലിയ മഹാനായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും ചിലപ്പോ കേട്ടവർ വീണ്ടും കേൾക്കായിരിക്കും. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് രാജാവിന്റെ ഒരു സവിധത്തിലേക്ക് പോകുമ്പോ ഇന്ന് നമ്മൾ കോഴിക്കോട് കണ്ണൂര് ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേ നമ്മൾ ഒരു സങ്കല്പിക്കുക, ആ റൂട്ടിൽ തങ്ങൾ പോകുന്ന സ്ഥലത്ത് തങ്ങളോടുള്ള ആദരവ് കാരണം അന്ന് തങ്ങളെ പോലും അംഗീകരിക്കാത്ത ആ ബ്രിട്ടീഷ് ഭരണകൂടം അവര് തങ്ങൾക്ക് വേണ്ടി ചെറിയ ഇളനീർ വെട്ടിപ്പിടിക്കാൻ, തങ്ങൾക്ക് യാത്രയിൽ ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കാനുള്ള ഇടവും ഇളനീർ വെട്ടിപ്പിടിക്കാനും ഒക്കെയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ കേരളം അറിയപ്പെട്ടിരുന്ന ഒരു മഹാമനുഷ്യയായിരുന്നു വരക്കൽ മുല്ലക്കോയ. വലിയ അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു. എന്ത് പരാതി ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ പാണക്കാടൊക്കെ പോകുന്ന അതേ പരുവത്തിൽ, മഹാന്മാരായ സയ്യിദന്മാരടുത്ത് പോകുന്ന ആ പരുവത്തിൽ ആളുകൾ ഓരോ ദിക്കിൽ നിന്നും നടന്നു വന്ന്, ബസ്സും വണ്ടി ഇല്ലാത്ത കാലം, കോഴിക്കോട് വരക്കൽ വന്ന് കാത്തിരുന്ന് തങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രോഗ്രാമിന് പുറത്തു പോയതാണെങ്കിൽ തങ്ങൾ എത്തുന്ന സമയം വരെ ദിവസങ്ങളോളം കാത്തിരുന്ന് ആവലാതിയും പ്രയാസങ്ങളും പറയാൻ കാത്തിരുന്നു എന്ന ഒരു മുറ്റമായിരുന്നു വരക്കൽ. ആ തങ്ങൾ മഹാ അത്ഭുത സിദ്ധിയുള്ള തങ്ങളായിരുന്നു. ഒരിക്കൽ കോഴിക്കോട് കടലോരവാസികളായ ആളുകൾക്ക് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാൻ കഴിയാതെ പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ചില ആളുകൾ മരണത്തോട് മല്ലിടുന്ന സാഹചര്യം ഉണ്ടായപ്പോ തങ്ങളോട് വന്ന് ഒരു പറ്റം കടലോരവാസികള് കരഞ്ഞു പറഞ്ഞു അത്രേ, തങ്ങളെ ഞങ്ങൾ വലിയ കഷ്ടപ്പാടിലാണ്, ഞങ്ങളെ വീട്ടില് കുട്ടികൾക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, അവർ വളരെ സാഹസികമായ അവസ്ഥയിലാണ്, പട്ടിണി കൊണ്ട് അവര് വാവിട്ട് കരയുകയാണ്, ഞങ്ങളെ ഉപജീവന മാർഗം കടലിൽ പോയി മത്സ്യം പിടിക്കലാണ്, മീൻ പിടിക്കലാണ്, കടലിലേക്ക് പോകാൻ കഴിയുന്നില്ല, കടല് പ്രക്ഷുബ്ധമാണ് എന്ന് പറഞ്ഞ് തങ്ങളോട് വിഷമം പറഞ്ഞപ്പോ കോഴിക്കോട് ഇന്ന് ആ ചരിത്രം ഏറെ പ്രസിദ്ധമാണ്. കടലിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് ചൂണ്ടുവിരലുകൊണ്ട് മഹാനായ വരക്കൽ തങ്ങൾ പറഞ്ഞു അത്രേ, കടലേ അടങ്ങൂ, കടലേ അടങ്ങൂ, കടലേ അടങ്ങൂ.
ശാന്തമായി എന്ന് ചരിത്രം പറഞ്ഞു തരികയാണ്. അതാണ് മഹാനായ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, മൂർച്ചയുള്ള വാക്ക്. ആ വാക്ക് കൊണ്ട് കടല് ശാന്തമായി. കടലോരവാസികൾ കടലിൽ പോയി മീൻ പിടിച്ച് വിൽപ്പന നടത്തി അരി വാങ്ങിച്ച് പട്ടിണി മാറ്റാൻ സാധിച്ചു എന്നുള്ള വലിയ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ തങ്ങള് പറയാൻ പണ്ഡിതന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ആയ പോരാ. നമ്മുടെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ ആചാരം, മുസ്ലിമീങ്ങളുടെ അനുഷ്ഠാനം അത് പൂർണ്ണമായി പരിരക്ഷിക്കണം. അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് നമ്മൾ സുരക്ഷിതത്വം നൽകണം. അതുകൊണ്ട് നമ്മളെ കടമ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മഹാന്മാരായ ഉസ്താദുമാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ ഒരുമിച്ച് കൂടി. ആ കൂട്ടത്തില് അതിന്റെ പ്രഥമ കമ്മിറ്റിയിൽ ഒന്നാമത്തെ 1926 ജൂൺ 26 മെമ്പറായി മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. 1926 വർഷം, ഡേറ്റ് ജൂൺ 26 മെമ്പറായി ഒന്നാമത്തെ മുശാവറയിൽ അംഗമായിരുന്നു ആര്? കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദൊക്കെ തുടക്കമിട്ട ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ മഹാപ്രസ്ഥാനത്തിന് കീഴിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന മുഴുവൻ നമ്മൾ പറഞ്ഞ ഇവിടുത്തെ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള പുതിയ പുത്തൻ ആശയക്കാരായിട്ടുള്ള ആളുകൾ പോലും ഖുർആൻ ഓതാൻ പഠിക്കണമെങ്കിൽ സമസ്തയുടെ മദ്രസയിൽ പഠിക്കണം. വിദേശത്ത് നിങ്ങൾ കണ്ടു 700-800ഓളം വരുന്ന ഒരു മദ്രസയില്ല, പള്ളിയില്ല, അവർക്ക് പഠിക്കാൻ കഴിയില്ല. ഒരു ലണ്ടനിലാണ്, ബ്രിട്ടനിലാണ്, അമേരിക്കയിലാണ് കുടുംബസമേതമുള്ളത്. പക്ഷെ ഓരോ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ സൗകര്യമില്ല, അവിടെ മദ്രസ ഉണ്ടാക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ മദ്രസ ഉണ്ടാക്കിക്കാണ്, ഓൺലൈൻ മദ്രസ. 706 വിദ്യാർത്ഥികൾ അതിലിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ കണക്കാണ് ഇപ്പൊ നമ്മൾ എന്തിന് കണ്ടത്. ഞാൻ പറഞ്ഞത് ഈ 12 ലക്ഷത്തോളം വരുന്ന ഈ കുട്ടികൾ ഒരു പ്രാഥമികമായിട്ടുള്ള ദീന് പഠിക്കാൻ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തണം. ഇതിനെ നമ്മൾ നല്ലോണം ബഹുമാനിക്കണം. ഇതിനെ നമ്മൾ നല്ലോണം നെഞ്ചിലേറ്റണം. തലമുറകൾ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ അപകടാവസ്ഥയിലാണ്. സ്കൂൾക്ക് പോയി കുട്ടി വരുന്ന രൂപം അറിയില്ല. ചോറ്റുപാത്രവും ബാഗും എല്ലാം വണ്ടിയിലേക്ക് വെച്ചു കൊടുത്ത് ടാറ്റ കൊടുത്ത് വരുന്ന കുട്ടി പിന്നെ തിരിച്ചു വരുമ്പോ ഉമ്മാന്റെ മുഖത്തടിക്കുന്ന പരുവത്തിലേക്ക് തിരിച്ചു വരുന്ന എത്ര കഥകളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോകുമ്പോ തന്നെ കുട്ടിക്ക് സ്കൂളിന്റെ മുറ്റത്ത് എത്തുന്നതിന് മുന്നേ കുട്ടിക്ക് പിന്നെ മയക്കുമരുന്ന് കൈമാറ്റം നടക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച് കുട്ടി ഡെസ്കിൽ തല വെച്ച് സ്കൂളിൽ കിടക്കുകയാണ്. തിരിച്ചു വരുമ്പോ ഉമ്മ കുട്ടിയോട് എന്താ നേരെ വൈകിയെന്ന് ചോദിക്കുമ്പോ തിരിച്ചു ഉമ്മാന്റെ മുഖത്തടിക്കുന്ന കുട്ടിയെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നോക്കി നിങ്ങൾ കലാലയത്തിന്റെ അവസ്ഥ. ഇവിടെ ഞാൻ നിങ്ങളോട് കാര്യം കൂടി ഊന്നി പറയാം. ഇവിടെ മുഴുവൻ രക്ഷിതാക്കളും ഇന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞേക്കണം. കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷാണ് പറയുന്നത്, മലയാളം പറയാൻ അറിയില്ല. അന്ന് കുട്ടികൾ 10ാം ക്ലാസ് കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ എന്നെ വിളിച്ചൊരു കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അവൾ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. യാദൃച്ഛികമായി അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, തിരിയണ ഭാഷയിൽ പറയുന്നു എന്ന് മലയാളത്തിൽ പറയും. ഏത് പ്രായം ചെന്ന ആളോടും സ്കൂളിലേക്ക് പോകാത്ത ആളോടും ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ ഇന്ന് നമ്മളോട് മുഴുവൻ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, ഒക്കെ മൂളിക്കേട്ട് ആന്ന് പറയും ചെയ്യും. ഒരൊറ്റ വർത്താനം തിരിച്ചു പറയാൻ മതി, എനിക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല, മലയാളത്തിൽ പറയുന്നു പറഞ്ഞാൽ മതി. എന്നാൽ ഇംഗ്ലീഷ് വേണ്ട എന്നാൽ ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്. വളരെ ഉസ്താദുമാരൊക്കെ ക്ലാസ് എടുക്കണം. എല്ലാ ക്ലാസ് റൂമിലും ഇതുപോലെയുള്ള വലിയ സ്ക്രീന് വേണം, വലിയ സ്ക്രീന് വേണം. ഈ കഴിഞ്ഞ ഷവ്വാലിൽ മദ്രസ തുറക്കണ അന്ന് മുതൽ നമ്മളെ മദ്രസയിൽ എല്ലാ ക്ലാസ്സിലും സ്ക്രീന് വേണം. കുട്ടികൾ ഫാത്തിഹ ഓതാ ഉസ്താദിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹാഫിദ് നസീം അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഖാരി. ഈ 12 ലക്ഷം കുട്ടികളും ഒരേ ഫാത്തിഹയാണ് പഠിക്കുന്നത്, ഒരേ യാസീനാണ് പഠിക്കുന്നത്, ഒരേ അൽബഖറയാണ് പഠിക്കുന്നത്.
ഒരേ അത്തഹിയാത്താണ് പഠിക്കുന്നത്. അത്തഹിയാത്തിന് ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. തയമ്മം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നത്. ഉസ്താദ് പഠിപ്പിക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വീട്ടിലുള്ള ടിവിയോ ലാപ്ടോപ്പോ ഉപയോഗപ്പെടുത്തിയിട്ട് ബുക്കിൽ സ്കാൻ ചെയ്തിട്ട് ഉമ്മാന്റെ മൊബൈൽ ഉപയോഗപ്പെടുത്തിയിട്ട് ആ സ്കാനർ സ്കാൻ ചെയ്ത് കൊടുത്താൽ വീട്ടിലുള്ള സ്ക്രീനിൽ ഇത് കാണിച്ചു കൊടുക്കുന്നു. വീട്ടിൽ സിനിമ കാണാനും കാർട്ടൂൺ കാണാനും സീരിയൽ കാണാനും ഉപയോഗിക്കുന്നത് തൽക്കാലം മാറ്റി വെച്ചിട്ട് കുട്ടികൾ വരുമ്പോൾ പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കാണട്ടെ എന്നുള്ള ആ ബോധത്തിലേക്ക് കാര്യം തിരിച്ചു വരിക. ഒരു കാലത്ത് നമ്മൾ ഇത് ഹറാമാണ്, നിഷിദ്ധമാണ്, ഇതിൽ കാണാൻ പറ്റാത്ത സ്ത്രീകളുടെ ഫോട്ടോ കാണണ്ടേ, കാണാൻ പറ്റാത്ത ആണുങ്ങളുടെ ഫോട്ടോ കാണണ്ടേ, ഔറത്തുകൾ മുഴുവൻ കാണണ്ടേ, അവിടുന്നൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ചെറിയ കുട്ടികള് സെക്സ്വൽ ലെവലിലുള്ള മുഴുവൻ അതിന്റെ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുമ്പോ, ചില കമന്റുകൾ കേൾക്കുമ്പോ അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മളൊക്കെ. വെറും പൊട്ടന്മാരായി നമ്മളൊരു 50 കൊല്ലം ബാക്കിൽ സഞ്ചരിക്കുന്നത് പോലെ ചെറിയ കുട്ടികളിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുക. ഇന്നലെ പറഞ്ഞ ഒരു കുട്ടിയുടെ സംസാരമുണ്ട്. ആ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ആ കുട്ടിയുടെ ചില വോയിസുകൾ ഉണ്ട്. ആ കുട്ടി ചില കാര്യങ്ങൾ ആ കുട്ടിയുടെ ഉമ്മയോട് സംസാരിക്കുന്ന രീതികളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ഒരു 16-17 വയസ്സാകാത്ത ഒരു പെൺകുട്ടിയും സംസാരിക്കാൻ കഴിയാത്ത വിധമുള്ള കാര്യങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയുടെ അറിവ് എത്രത്തോളം വളർന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഞാനും നിങ്ങൾ എത്ര താഴെയാണ് നിൽക്കുന്നത്, കുട്ടികൾ എത്ര മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികൾക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം 1 മുതൽ 4ാം ക്ലാസ് വരെ ഇങ്ങനെ കുട്ടികൾക്ക് വിഷ്വലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിലും മദ്രസയിൽ വെച്ചാണെങ്കിലും അതിന് നമ്മൾ സൗകര്യം ഒരുക്കുക എന്നതാണ്. അൽഹംദുലില്ലാ, നിങ്ങളോട് പറയുകയാണെങ്കിൽ ചില കാരണങ്ങളെ കൊണ്ട് ഈ വർഷം നമുക്ക് തുടക്കത്തിൽ എല്ലാത്തിലും നമ്മൾ മുമ്പിലാണ് ഉണ്ടാകുന്നത്. ഞാൻ ഇങ്ങനെ പദ്ധതി വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒക്കെപ്പാടെ ഒന്നിച്ച് നാട്ടുകാരോട് പറഞ്ഞാൽ ഇടങ്ങാറാണെന്ന് കരുതിയിട്ട് ഈ കഴിഞ്ഞ റമദാനല്ല മുമ്പത്തെ റമദാനിൽ നമ്മൾ പെട്ടെന്ന് ഒരു 3 ലക്ഷം ഉറുപ്പ്യ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു, ടൈല് വേണം, ഗ്ലാസ് വേണം, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരു നോമ്പിന് ഒരു റമദാനിൽ 3 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കി. അൽഹംദുലില്ലാ, എന്തൊരു കൗതുകമാണ്. നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഇന്നലെ പൂക്കോട്ടുപാടത്തെ ക്ലാസ്സിന് പോയിരുന്നു മദ്രസ വിട്ടിട്ട്. അവിടെ ചെന്നപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ മദ്രസ കണ്ടിട്ട് ഞങ്ങളെ മദ്രസ കല്ലാമൂല എന്ന് പറയുന്ന ഞങ്ങളെ മദ്രസ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് വലിയ മദ്രസ 2 നിലയ്ക്കുള്ള 3 നിലയുള്ള ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള വലിയ മദ്രസ. നിങ്ങളെ മദ്രസ കണ്ടിട്ട് ഒക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ അതേമാതിരി ഗ്ലാസ് ഒക്കെ ഇട്ട് പിന്നെ ഒക്കെ ഇത് ചെയ്തു. ഞങ്ങൾ ഒക്കെ പിന്നെ എന്താ പറയാ ഡിജിറ്റൽ ചെയ്തിട്ടുണ്ട് ക്ലാസ് റൂം ഒക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ വീഡിയോസ് കാണിച്ചു. നമ്മൾ ഏത് പദ്ധതി പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നടക്കാതെ പോയിട്ടില്ല. എല്ലാം വിജയിച്ചിട്ടുണ്ട്, എല്ലാ ആളുകളും സഹകരിച്ചിട്ടുണ്ട്, ആവുന്ന രൂപത്തിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഇടങ്ങേറാക്കേണ്ടെന്ന് കരുതിയിട്ട് 1ാമത്തെ രക്ഷിതാക്കളുടെ മീറ്റിംഗിന് അത് മദ്രസ തുറക്കണമെന്ന് എല്ലാ രക്ഷിതാക്കളും ഒരു 500 ഉറുപ്പ്യ തന്നാൽ ചെറിയ രൂപത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഈ വർഷത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാവരും 500 ഉറുപ്പ്യ തന്നാൽ 50,000 ഉറുപ്പ്യ ഉണ്ടാകുക. എല്ലാ രക്ഷിതാക്കളും ഒരു 500 ഉറുപ്പ്യ തന്നാൽ എത്രയും നമുക്ക് ഉണ്ടാകുക? 50,000 ആണ് ഏറിപ്പോയ ഉണ്ടാകുക. ആ 50,000 കൊണ്ട് നമുക്കൊരു 3 TV ആണെങ്കിൽ 3 ക്ലാസ്സിൽ വെക്കാം. പക്ഷെ അത് ആരും കേട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ 2ാമത് പറയുമ്പോ ഇയാൾക്ക് തന്നെ പണിയെന്ന് തോന്നും. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നില്ല, പറയുന്നുണ്ട് അത്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ എന്റെ റിയാസ് വന്നപ്പോ പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വല്ലാതെ പറയണില്ല. ഇല്ലെങ്കിൽ നമുക്ക് അവനെ കുറിച്ച് കുറെ പറയാനുണ്ട്. ഓൻ വലിയൊരു മുതലാളിയൊന്നും അല്ല, സാധാരണ നമ്മളെ പോലെ ഗൾഫിൽ പോയി ജോലി ചെയ്ത് ഒരു കുടുംബം നോക്കുന്ന ആളാണ്. ഓൻ വന്ന മദ്രസയിൽ വരും, പള്ളിക്ക് വരും, എല്ലാവരും വിവരം ചോദിക്കും, മെസ്സേജ് അയക്കുമ്പോ ചോദിക്കും, നമ്മളെ കമ്മിറ്റിക്കാരുടെ വിവരങ്ങളൊക്കെ ചോദിക്കും എല്ലാവരും. അൽഹംദുലില്ലാ, ആ വീട്ടിലത്തെ കാര്യം അന്വേഷിക്കും പോലെ എനിക്ക് തോന്നുന്നു. റിയാസ് വന്നപ്പോ പിന്നെ മദ്രസത്തെ കാര്യം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, കാരോട് ഒരു ഉസ്താദും 4 ക്ലാസ് വേണം, ഒരു ഉസ്താദിന് 1 മണിക്കൂറോട് 4 ക്ലാസ് എങ്ങനെ എടുക്കാൻ പറ്റും, അതിന്റെ ശമ്പളം ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ഉസ്താദിനെ സംഘടിപ്പിച്ചിരുന്നത്. റിയാസ് വലിയ ശമ്പളം കൊടുക്കേണ്ടി ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ
ഇത് പറഞ്ഞു അത് പ്രശ്നമാക്കണ്ട, അത് ഞാൻ തരുന്നതാണ്. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കുറവ് വന്നാൽ, ഒരു മാസം പെൻഡിങ് വന്നാൽ റിയാസിനെ വിളിച്ചു പറയണം 10,000 കുറവുണ്ട് അല്ലെങ്കിൽ 5,000 കുറവുണ്ട്. ആ സംഗതി പറ്റിച്ച് നാട്ടിലേക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോലത്തിന് റിയാസിന് ആ കാര്യം വർഷങ്ങളായി, ഇപ്പൊ കൊറോണ കാലത്താണ് നമ്മൾ ആരംഭിച്ചത്. ആ കൊറോണ കാലം മുതൽ ഇതുവരെ ആ ഒരു പൈസ അല്ലെങ്കിൽ ഞാൻ നാടിമാരോട് ഇന്നലെ സംസാരിച്ചപ്പോ 1 രൂപ പെൻഡിങ് ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായി. അപ്പൊ രക്ഷിതാക്കളോട് പറയാം, കുട്ടികൾ വണ്ടിയിൽ വരുന്ന കുട്ടികൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി വണ്ടിയിൽ പറഞ്ഞയച്ചോളി. വണ്ടി ഒരു ട്രിപ്പും കൂടി അധികം എടുക്കണമെങ്കിൽ അതും എടുക്കാൻ തയ്യാറാണ്. ചെറിയ പൈസയാണ് നമ്മൾ ആ വണ്ടിക്ക് വാങ്ങുന്നത്. ആ പൈസ കൃത്യമായി കൊടുക്കണം. വർത്താനം പറയണവരൊന്ന് നോക്കിട്ടോ, കുറച്ച് സമയം ശ്രദ്ധിച്ചിരിക്കുന്നതാണ്, അടങ്ങിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സിന് വർത്താനം പറയാൻ നമ്മൾ നല്ല അവസരം കൊടുക്കരുത്. ഇതൊന്ന് അടങ്ങിയിരിക്കണം. പിന്നെ അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങളോട് പറയാണ്, വണ്ടിന്റെ ഫീസ് മരിച്ചോട്ട് യാസീൻ ഓതുന്ന ആദർശമാണ്, സുബഹിക്ക് കുനൂത്ത് ഓതുന്ന ആദർശമാണ്, ഖബർ സിയാറത്ത് ചെയ്യുന്ന ആദർശമാണ്. ആ തലത്തിൽ ആ രൂപത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് വലുതാകുക, നമുക്ക് ഗുണമുണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എത്രയാണോ നേട്ടം കിട്ടുന്നത് വെച്ചാൽ അതേപോലത്തെ നേട്ടം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്, ഉസ്താദുമാര് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഉസ്താദുമാരുടെ ദിനത്തിൽ ഇത് വലിയൊരു സന്ദേശമായി നിങ്ങൾ പ്രയാസമില്ലാതെ തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള വിനീതമായ അപേക്ഷയാണ്. ഒരു കാര്യം കൂടി ചേർത്ത് പറയാണ്, നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം നമ്മളെ മദ്രസയിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് നിർത്തിയ കുട്ടികളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പാടെ കൂടിയവർക്ക് ഫീസ് തരാൻ കഴിയാത്തവരാണെങ്കിൽ അങ്ങനെ ഇപ്പൊ നിങ്ങളൊക്കെ വാങ്ങിയിട്ടല്ല ഞാൻ ഇവർക്ക് ബുക്ക് വാങ്ങി കൊടുത്തത്. ഇന്റെ പൈസക്ക് ഒരു ചെലവില്ല, ഇന്റെ പൈസക്ക് ചെലവില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പൈസ തരുന്ന അവർക്ക് ബുക്ക് വാങ്ങിക്കും. അപ്പൊ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത്, നല്ല മദ്രസ ഉണ്ടാക്കി കൊടുത്ത്, എല്ലാ മദ്രസയിലും ഉള്ളതിനേക്കാൾ ഉസ്താദുമാരെ നമ്മൾ അവർക്ക് നഷ്ടപ്പെടാതെ, ക്ലാസ് നഷ്ടപ്പെടാതെ വെച്ച് ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ദീന് പഠിക്കാതെ പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് എങ്ങനെയെങ്കിലും തൽപരരാക്കി അവരെ ആകർഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ മദ്രസയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ എത്ര ദിവസം വരാഞ്ഞത് എന്നുള്ള ഉസ്താദ് ചോദിക്കൂല, ഓലെ വളരെ അങ്ങോട്ട് ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുക്കും. അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണമെന്ന് മാത്രം. സമയം ദീർഘിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഇത് ഇങ്ങനെ അല്ലാതെ എന്നും നമ്മൾ വേഗം പോകാനായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കൽപ്പി ചൂണ്ടി പറഞ്ഞതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും വൈകിയതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയാണ്, ദീനിന്റെ കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ക്ഷമിക്കുകയും വേണം. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ, നമ്മുടെ സംരംഭങ്ങളൊക്കെ അള്ളാഹു ഹൈറിലാക്കട്ടെ, നമ്മുടെ സ്ഥാപനത്തെ ഉത്തരവാദിത്തം ഉയർത്തട്ടെ. ഈ ദിവസത്തിന്റെ ഭാഗമായി നമ്മള് ഈ ഒരു ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട്. മദ്രസ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് ഒരു കവർ കൊടുത്തയച്ചത്. ആ കവറിൽ നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഒരു പൈസ നമുക്ക് നഷ്ടപ്പെടില്ല. ഇത് സഹായിക്കുന്നത് ആരെങ്കിലും ചിലപ്പോ കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ഉള്ള ഒരു ആക്സിഡന്റ് പറ്റി വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു ഉസ്താദിനേക്കാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധുവായ ഉസ്താദിന്റെ കല്യാണത്തിന് വേണ്ടിയേക്കാണ് സഹായിക്കുന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ആളുകളെയാണ് സഹായിക്കുന്നത്. ഗത്യന്തരമില്ലാത്ത ആളുകളെയാണ് സഹായിക്കുന്നത്. നമ്മളെ മൊയ്ത് ഉസ്താദ് മദ്രസ പഠിപ്പിച്ച ഉസ്താദായിട്ടല്ലോ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ചെറിയ ഉസ്താദിന് തലകറക്കുണ്ടായി, ബ്ലഡ് കോട്ടായി, മൗലാന ഹോസ്പിറ്റലില് അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ 3 ദിവസം ബോധമില്ലാതെ കിടക്കാൻ 3.5 ലക്ഷം റുപ്യായി. 3 ദിവസം ബോധമില്ലാതെ കിടക്കാൻ 3.5 ലക്ഷം റുപ്യായി. അൽത്താഫ് മാത്രമാണുള്ളത്. വലിയ പണി കാര്യങ്ങളൊന്നുമില്ല, ഒരു നീക്കിയിരിപ്പ്, ഒരു ഡെപ്പോസിറ്റും ഇല്ല. നമ്മുടെ ഈ ഫണ്ടിൽ നിന്ന് 3ാമത്തെ ദിവസം 1 ലക്ഷം റുപ്യ കൊണ്ടുപോയി കൊടുത്തു. മനസ്സിലായില്ലേ? അൽത്താഫിന് ഇന്നും ആ ബന്ധവും ആ ഒരു സ്നേഹം ഓർക്ക് 10 ലക്ഷം റുപ്യ കിട്ടിയ മേനിയാണ്. നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട്. മനസ്സിലായ സംഭവം? ഒരു ഉസ്താദ് പെട്ടെന്ന് മരിച്ചാൽ ആ ഉസ്താദിന്റെ വിധവക്ക് പെട്ടെന്ന് അടിയന്തരമായിട്ട് 10,000 റുപ്യ കൊണ്ടേ കൊടുക്കാം. ഞാൻ മരിച്ചാൽ
ഇന്റെ കബറിന് ഇന്റെ കുടുംബങ്ങളോ നാട്ടിലോ ആരും എന്താണ്ട പൈസ തരില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഒന്നാണ് മരിച്ചാൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാനോട് മരിച്ചാൽ പ്രവേശനോത്സവത്തിന്റെ അന്ന് പ്രസംഗിച്ച ഉസ്താദ് പിന്നെ പള്ളികൾക്ക് മരിച്ചു പറഞ്ഞേ മനസ്സ് വന്നേ അരിക്കൂടുള്ള ഉസ്താദ് അതേമാതിരി മരിച്ചാല് ഇന്റെ കബറിന് ഇന്റെ കുടുംബങ്ങളൊന്നും ഉണ്ടാകണ്ട. അതിന് വരുന്ന 10,000 റുപ്യ ഇന്റെ ഈ മുഅല്ലിം കൂട്ടായ്മ തരും. ഇത് എങ്ങനെ കിട്ടുന്നത്? ഈ കവറിലിട്ട് നിങ്ങൾ തന്ന പൈസ ഇപ്പൊ ഒരു ഉസ്താദ് മൂത്തേടത്ത് ഡയാലിസിസ് ചെയ്യാം, ആഴ്ചയിൽ 2 വട്ടം ഡയാലിസിസ് ചെയ്യണം, വലിയ പൈസ വേണം. ഈ കഴിഞ്ഞ മീറ്റിംഗ് കുഞ്ഞാമാക്കുണ്ടായിരുന്നു 20,000 റുപ്യ കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സഹായത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ കവർ കൊടുത്ത ചാമപ്പറമ്പത്തെ ഉസ്താദിനാണെന്ന് കരുതിക്കണോ? അങ്ങനെ കരുതിയിട്ടില്ലല്ലോ, ആരും കരുതിയിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഇവിടെ ഞങ്ങളിത് കൊടുത്തായിരുന്നു പഠിച്ചോനെ ഇതിൽ നിന്ന് വാങ്ങാനുള്ള അവസരം ഉണ്ടാകരുതേ എന്നുള്ളതാണ്. അതുകൊണ്ട് ബാക്കി പോകുമ്പോൾ ചായ കൊടുക്കും. ഇത് അവസാനമായ പിന്നെ സന്തോഷം അറിയിച്ചുകൊണ്ട് പിന്നെ വൈകിട്ട് നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് ചെറിയ ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എല്ലാവരും ആമീൻ പറയണം കുട്ടികളെ, എല്ലാവരും ആമീൻ പറയണം. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഇവിടെ വെച്ച് ഞങ്ങൾ കുട്ടികളോട് കൂടെ ഓതിയ സൂറത്ത് യാസീൻ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അടുത്തത് ഖബർസ്ഥാനിൽ വെച്ച് ഓതിയ ഫാത്തിഹ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഏവരെയും നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു നസീഹത്തായി ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശമായി പങ്കുവച്ചിട്ടുണ്ട്. പഠിച്ചവനെ അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഖൈറിന്റെ വഴിയാക്കണമേ അല്ലാഹ്. പറഞ്ഞ ആൾക്കും കേട്ടവർക്കും ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു നസീഹത്താക്കണമേ പഠിച്ചവനെ. ഞങ്ങളെ കുട്ടികളൊക്കെ നീ നന്നാക്കണമേ പഠിച്ചവനെ. ഞങ്ങളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ നേതൃത്വം നൽകുന്ന ഞങ്ങളെ നാടിന്റെ വിളക്കായ വെളിച്ചമായ ബഹുമാനപ്പെട്ട ഇസാഖ് ഉസ്താദ് കുറെ ആളുകളോട് ഒരുമിച്ച് ഉംറ ചെയ്യാൻ വേണ്ടി പരിശുദ്ധ മക്കയിലാണ്. ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും നിലനിർത്തി കൊടുക്കണമേ പഠിച്ചവനെ. ദീർഘായുസ് നൽകണമേ പഠിച്ചവനെ. ഉസ്താദ് ചെയ്യുന്ന ദീനീയ ഹിദമകളൊക്കെ നീ സ്വീകരിക്കണമേ പഠിച്ചവനെ. ഉസ്താദ് മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിച്ച് സിയാറത്ത് നിർവഹിച്ച് തിരിച്ചെത്താൻ തൗഫീഖ് നൽകണമേ പഠിച്ചവനെ. ഞങ്ങൾക്കും അടുത്ത സമയത്ത് പരിശുദ്ധ ഹറമിലേക്ക് പോകാനുള്ള സൗകര്യം നൽകണമേ പഠിച്ചവനെ. പഠിച്ചവനെ ജോലി ഇല്ലാതെ നാട്ടിലും വിദേശത്തും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പഠിച്ചവനെ എന്തെങ്കിലും ഖൈറിന്റെ വഴി അവർക്ക് ഫത്ഹാക്കി കൊടുക്കണമേ പഠിച്ചവനെ. അവർക്കൊക്കെ ഖൈർ നീ തുറന്നു കൊടുക്കണമേ പഠിച്ചവനെ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന ലക്ഷക്കണക്കായ ആളുകളുണ്ട്. അവരുടെ ദുആയിലൊക്കെ ഞങ്ങളൊക്കെ പെട്ടണമേ പഠിച്ചവനെ. നമ്മുടെ മദ്രസന്റെ പള്ളിന്റെ ഒക്കെ അയൽവാസികൾ ഉസ്താദുമാർക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ ആവുന്നത് ചെയ്യുന്നവരാണ്. ചായ നൽകിയും ഭക്ഷണം നൽകിയും ഒക്കെ ഭക്ഷണം നൽകാൻ പഠിച്ചവനെ. ഇന്ന് നമ്മളെ ഇതിൽ പങ്കെടുക്കേണ്ട എപ്പോഴും നമ്മളെ വിവരം അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ആളാണ് വലിയാട്ടിൽ ഇണ്ണിക്ക് ചെറിയൊരു അസുഖമുണ്ട്. ആ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. കൈയും കാലും ഒക്കെ വേദന വന്ന് വാദത്തിൽപ്പെട്ട ചില അസുഖങ്ങളാണോ എന്ന് സംശയിക്കുന്ന വിധം കൈ കാലുകൾക്കൊക്കെ വലിയ പ്രയാസമുള്ള അവസ്ഥ ഉണ്ട്. അതൊക്കെ നീ പൂർണ്ണ ശുഭ കൊടുക്കണമേ. അതുപോലെ എല്ലാവരും പേരെടുത്ത് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ കുഞ്ഞാണി ഹാജി, അതുപോലെ തന്നെ കുഞ്ഞാഴ്മാക്ക, ചെറിയോനെ, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള കുഞ്ഞുമാനു, മനാഫ്, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടമ്പയുടെ അലകുട്ടിയാക്ക, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെ ഈ ഇത്തരം മീറ്റിങ്ങുകളിലൊക്കെ മുടങ്ങാതെ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും ഖബർ സിയാറത്തും മദ്രസയിലെ കാര്യങ്ങൾക്കും ഒക്കെ പങ്കെടുത്തിട്ട് അയകുട്ടിയാജി അള്ളാഹുവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരുടെ മകൻ നാണി ഇവിടെ നാട്ടിലുണ്ട്. നാണി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. നാടിന്റെ സംരംഭങ്ങളൊക്കെ നാം ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിന് നാം കൈ നൽകട്ടെ. ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മുടെ വലിയാട്ടിൽ മുസ്തഫ, അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കൽ ഈ ഇല്യാസ് അവരൊപ്പം മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചുങ്കത്തറ പള്ളിയുടെ ഖബർസ്ഥാനിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. മാനുപ്പാക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ, ഇല്യാസിന്റെ ഉപ്പ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
അതുപോലെ തന്നെ നമ്മുടെ അനബിയാക്ക, നമ്മുടെ വാപ്പുട്ടിയാക്കാന്റെ അഞ്ചനാണ്, നമ്മുടെ പള്ളിയുടെ അയൽവാസിയാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, ഇവർക്കൊക്കെ ഒരുപാട് ഞാൻ പേരെടുത്ത് പറഞ്ഞവരും ഞാൻ പറയാത്തവരുമായിട്ടുള്ള നമുക്ക് ഏറ്റവും പിന്നെ എപ്പോഴും ഓർമ്മ വരുന്ന നമ്മുടെ കേരള മുസ്തഫ KT മുസ്തഫ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ ആരും കരുതരുത്. അല്ലാഹു എല്ലാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, നമ്മുടെ ചെറിയോന്റെ ഉപ്പ ഉമ്മ, അവരൊക്കെ എല്ലാ ദിവസവും സിയാറത്ത് ചെയ്യുന്നവരാണ്. നമ്മുടെ സിയാറത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ സിയാറത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പള്ളി അതുപോലെ തന്നെ നമ്മുടെ ഖബർസ്ഥാൻ ഒക്കെ വഖഫ് ചെയ്ത വാഖഫീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ സൗദ്യമങ്ങളും അല്ലാഹു വിജയിപ്പിക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ.